ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം. റീലിടാൻ കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ ചേച്ചിട്ടാ. ചേച്ചി നമ്മുടെ തൃശ്ശൂരുള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ അടുത്ത രാജ്യത്തുള്ള ഇവിടെ തൃപ്രയാറുള്ളതാണ്. ചേച്ചിക്ക് 2 മക്കളുണ്ട്. 2 ആള് ഇവിടെ നഴ്സാണ്. ചേച്ചി നല്ല സെറ്റപ്പാണ്. എന്നാലും ചേച്ചിക്ക് ഞങ്ങൾക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങളിങ്ങനെ നടക്കാറ്. അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവാറ്. ചേച്ചി ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നു. 2 ദിവസം ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ആളായപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വന്നു. ചേച്ചിയുടെ മോള് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്നിട്ട് കൊണ്ടുവന്ന് ഉണ്ണിയപ്പം ചക്ക വറുത്തത്. അപ്പം അതെനിക്ക് കൊണ്ടുവന്നരാൻ വേണ്ടിയിട്ട് ചേച്ചി വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. അല്ലേ? ചേച്ചിക്ക് ഫേസ്ബുക്ക് ഇല്ല. കാരണം ഞാൻ ഇടുന്ന വീഡിയോകൾ ചേച്ചി കണ്ടിട്ടില്ല. എനിക്കറിയാത്ത കാരണം അത് ഓപ്പൺ ആക്കിയിട്ടില്ല. അതെ അല്ലേ? അപ്പൊ ചേച്ചി ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ചേച്ചി വരും. നോക്കണം. ഒരു 1.5 വരെ ചേച്ചി വരും. പിന്നെ വേറെന്താ വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടന്നാ ഉറങ്ങിയാ? ഞങ്ങള് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടാ. ഇങ്ങനെ നടക്കാൻ ഞങ്ങക്ക് രാത്രി ചേച്ചി പറയും. ഞാൻ പറയണത് കാര്യമായിട്ടല്ലേ? എനിക്ക് പകല് സമയമുണ്ടാ? പകല് സമയമില്ല. കാലത്ത് പുലർച്ചെ 5 മണിക്ക് എണീറ്റ് വൈകുന്നേരം 11 മണി ഡ്യൂട്ടിയാണ്. ഞാനാണ് ഒന്നിനും നേരമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി എനിക്കാവൂലേ? അപ്പൊ അതാണ് സത്യം. അതുകൊണ്ടാണ് രാത്രി ഇടണത്. അതെ അതെ തന്നെ. അതെ. അപ്പൊ ചേച്ചിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്ത കാരണേ ചേച്ചിക്കൊന്നും അറിയണില്ല വീഡിയോ ഇടണതൊന്നേ. ആൾക്കാർ കാണില്ല ഇത്. ഇല്ലല്ല, ഇത് ആൾക്കാർ കാണും. അതെ. അയ്യോ ചേച്ചി, ഞാൻ വീഡിയോ എടുക്കാന്ന് അറിയായിരുന്നെങ്കിൽ ചേച്ചി ഒരുങ്ങി വന്നായിരുന്നില്ലേ? ചേച്ചി ഒരുങ്ങാണ്ട് എനിക്ക് ഉണ്ണിയപ്പോ മറ്റേ ചക്ക വറുത്തതൊക്കെ കൊണ്ടുവന്നരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. സാരില്ല, ഇനി അടുത്ത വീഡിയോയില് ഒരുങ്ങിയിട്ട് സുന്ദരിയായിട്ട് വരാം. അപ്പം അങ്ങനെ മറ്റേ വണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ. എപ്പോഴും ഏത് നിമിഷം വിളിച്ചാൽ വെളിപ്പുറത്ത് ചേച്ചിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച സോഫ എനിക്ക് കിട്ടി. എനിക്ക് സോഫ ഇല്ലാണ്ട് ഭയങ്കര വിഷമമായിരുന്നു കുറച്ച് ദിവസം. അതെ, സ്വന്തം മൊത്തം. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. പെണ്ണിന്റെ വീട് ഇവിടെ ശ്രീലങ്ക പെണ്ണാണ്. അത് ഞങ്ങൾ 2 അങ്ങോട്ട് പോയാടൊന്നുമില്ലേ? നല്ല ഭംഗിയില്ലേ? അതുപോലെ നല്ല ഭംഗിയിലൊരു വേസ്റ്റ് കൊണ്ട്. ഇത്ര ഭംഗിയിൽ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടാക്കും? സ്വിമ്മിംഗ് പൂള് പോലെ ആമ്പൽക്കുളമാക്കിയതാവോ? ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ നടത്തെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.